നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന ചാവേർ സ്ഫോടനത്തിന് പിന്നാലെ ഭീകര സംഘടനയുടെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. മുൻപൊക്കെ ചാവേറായി മാറുന്നത് സാധാരണക്കാരായിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രൊഫഷൻ അടക്കമുള്ള പ്രൊഫഷണലുകളെ ആകർഷിച്ച് റിക്രൂട്ട് ചെയ്ത് അവരെ കൊണ്ടുള്ള ഓപ്പറേഷനാണ് ഭീകര സംഘടനകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഭീകര സംഘങ്ങൾ അനുവർത്തിക്കുന്ന പുതിയ രീതിയെ വൈറ്റ് കോളർ ടെറർ എക്കോസിസ്റ്റം എന്നാണ് ജമ്മു കാശ്മീർ പോലീസ് പോലും ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ യുവാക്കളെ ആകർഷിച്ച് ഭീകര സംഘത്തിൽ ചേർക്കുന്നതായിരുന്നു ഇക്കൂട്ടരുടെ പതിവ്. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ജമ്മു കാശ്മീർ സ്വദേശിയായ ഒരു ഡോക്ടർ ആദിൽ മുഹമ്മദ് റാത്തറാണ് അദ്ദേഹം ഉത്തർപ്രദേശിലെ സഹാരൻപൂരിൽ നിന്ന് പിടിയിലാകുന്നത്. ഇയാൾക്ക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടായിരുന്നു. ഡോക്ടർ ആദിലിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ഫരീദാബാദിലെ ആശുപത്രിയിൽ റെയ്ഡ് നടത്തുകയും 300 കിലോ RDX, AK-47 തോക്കുകൾ, വെടിക്കോപ്പുകൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. ഈ സംഘത്തിൽ പങ്കാളിയെയും ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുമായ പുൽവാമ സ്വദേശി മുസ്മിൽ ഷക്കീലിനെയും പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്നുള്ള പരിശോധനയിൽ ഫരീദാബാദിലെ പ്രതികളുടെ 2 മുറികളിൽ നിന്നായി അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള 2900 കിലോ സ്ഫോടക വസ്തുക്കളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു. പിടിയിലായ ഡോക്ടർമാരുടെ കൂട്ടാളിയാണ് ഇപ്പോൾ ഡൽഹി കാർ ബോംബ് സ്ഫോടനത്തിൽ ചാവേറായ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഡോക്ടർ ഉമർ മുഹമ്മദ് ഫരീദാബാദിൽ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്ത് വരികയായിരുന്നുവെന്നും ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശി ഉമർ മുഹമ്മദ് ശ്രീനഗർ മെഡിക്കൽ കോളേജിലാണ് MBBS പഠനം പൂർത്തിയാക്കിയതെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് അനന്തനാഗ് മെഡിക്കൽ കോളേജിൽ സീനിയർ റെസിഡന്റായി കുറച്ചുകാലം ജോലി ചെയ്തു. തുടർന്നാണ് ഫരീദാബാദിലെ ആശുപത്രിയിൽ എത്തുന്നത്. കൂട്ടാളികൾ പിടിയിലായതറിഞ്ഞ് പരിഭ്രാന്തിയിലാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് ഡൽഹിയിലെത്തി ചാവേർ സ്ഫോടനം നടത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. സ്ഫോടനത്തിന് ഉപയോഗിച്ചത് അമോണിയം നൈട്രേറ്റിന്റെയും RDXന്റെയും മിശ്രിതമാണ് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ചാവേറായത് ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ DNA പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഒക്ടോബർ 27 ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ പോസ്റ്ററുകളെ കുറിച്ചുള്ള അന്വേഷണമാണ് ഡോക്ടർ ആദിൽ അഹമ്മദിലേക്കും മെഡിക്കൽ പ്രൊഫഷണൽ അടങ്ങുന്ന ഭീകര സംഘങ്ങളിലേക്കും ചെന്നെത്തിച്ചത്. അഹമ്മദാബാദിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്ത് SITS അറസ്റ്റ് ചെയ്ത ഡോക്ടർ അഹമ്മദ് മുഹീൻ സയ്യിദ് ഭീകരാക്രമണത്തിനായി അതിമാരകമായ റെസിൻ വിഷപദാർത്ഥം തയ്യാറാക്കിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഹൈദരാബാദ് സ്വദേശിയാണ് ഇയാളെന്നാണ് വിവരങ്ങൾ. ആക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മുഹീദ്ദീൻ ഡൽഹി, അഹമ്മദാബാദ്, ലക്നൌ തുടങ്ങിയ ഇടങ്ങളിലെ തിരക്കേറിയ മാർക്കറ്റുകളെ നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നുവെന്നാണ് കണ്ടെത്തിയത്. പുതിയ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ പോലീസും രഹസ്യ അന്വേഷണ ഏജൻസികളും അന്വേഷണം വ്യാപകമാക്കിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.